ഈ നാദാപുരം എം.എൽ.എ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്ന 15 വർഷക്കാലം ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള കെ വിജയൻ എന്തു ചെയ്തു? നിങ്ങൾ പരിശോധിക്കപ്പെടുക. ഈ പ്രദേശത്തിന്റെ കാർഷിക മേഖലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഏതാണ്ട് ഒരു മാസം മുന്നെയാണ് നമ്മുടെ ആലപ്പുഴത്ത് കാട്ടിയിറങ്ങി നാഗമ്പാറക്കൂടെ നടന്ന് മേലെ ചാപ്പന്തോട്ടത്തിലെത്തിയിരുന്ന ചിത്രം ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞാൻ പറയാതെ നാഗമ്പാറക്കറിയാമല്ലോ. ആനക്കുളത്തിറങ്ങിയ കാട്ടി നേരെ പുയലോഞ്ചാലിലേക്കാണ് വെച്ച് പിടിച്ചത്. ആനക്കുളത്തിന്റെ പേര് മാറ്റി കാട്ടിക്കുളം എന്നാക്കണമെന്ന് ഞാനപ്പോൾ പറഞ്ഞു. എല്ലാം ഞാൻ ചോദിക്കട്ടെ, വന്യമൃഗശല്യം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ മലയോര ജനങ്ങള്. ഒരു ഭാഗത്ത് കാട്ടി, ഒരു ഭാഗത്ത് ആന. തൊട്ടടുത്ത മൂളമ്പാറയും ഈ ചൂരണി മലയിൽ നിന്നും കരിങ്ങാട് മലയിൽ നിന്നുമാണ് ആനക്കുട്ടി ആൾക്കാരെ ഓടിച്ച് എന്നിട്ട് ആനയെ പിടിച്ചുകൊണ്ടുപോയത്. പന്നി ഇറങ്ങുന്നു, കുരങ്ങിറങ്ങുന്നു, കാട്ടുമൃഗം കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ഒരു നിവൃത്തിയുമില്ല. കൃഷിക്കാരൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. തേങ്ങ മുഴുവൻ കഴിക്കാവുന്നതിനെ കുരങ്ങൻ പറിച്ച് കടിച്ച് മുറിച്ച് അങ്ങ് എറിഞ്ഞേക്കുക. അവന് ചെലവൊന്നുമില്ലല്ലോ. ഫോറസ്റ്റുകാരോട് ഞാൻ പറഞ്ഞു, കുറ്റത്തളാവിലെ ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ സമരം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഈ ഫോറസ്റ്റ് ഓഫീസറല്ല ഇരിക്കേണ്ടത്. നിങ്ങൾ കുറച്ച് ആയിരിക്കാക്കുരുവും ചത്തക്കുരുവും എല്ലാം വാരിക്കെട്ടിക്കൊണ്ട് കാട്ടിൽ പോയി വിതറാൻ ഞാൻ പറഞ്ഞു. എന്താണ്? കാട്ടിൽ ഭക്ഷണമില്ല, കുരങ്ങിന് തിന്നാൻ ഭക്ഷണമില്ല, ആനയ്ക്ക് തിന്നാൻ പനയില്ല. കുറച്ച് പനക്കുരുവെല്ലാം വാരിക്കൊണ്ട് കാട്ടിലിട്ട് കഴിഞ്ഞാലേ ആന തിന്നുമല്ലോ. കുടിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല ആനയ്ക്ക്. കാട്ടിൽ ആർക്കെങ്കിലും പോയി പരിശോധിക്കാവോ? കാട്ടിൽ കയറി അവർ കേസെടുക്കും. ഇങ്ങനെ വനം നിയമം, നെറികെട്ട വനം നിയമം ഉൾപ്പെടെ ഇവിടെ വനം മന്ത്രി ഉണ്ടല്ലോ. ഈ സംസ്ഥാന നിയമസഭയിൽ ഈ നാദാപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം.എൽ.എ ഈ വിഷയമൊന്ന് ഒരു സബ്മിഷൻ ഉന്നയിക്കാൻ എം.എൽ.എക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് യഥാർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നാഗമ്പാറ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ കൃഷിക്കാരന്റെ ജീവിത പ്രശ്നമാകെ തകർത്ത് തരിപ്പണമാക്കുകയും ഈ പ്രദേശത്തിന്റെ വികസന മുരടിപ്പിന് കാരണമാവുകയും ചെയ്ത ഈ CPI-യുടെ ഇപ്പോൾ മത്സരിക്കുന്ന പ്രതിനിധിയെ ജയിപ്പിക്കാൻ പാടില്ല എന്നും LDF-നും UDF-നും ഒരുപോലെ കെട്ടുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകള് NDA-ക്ക് തരണമെന്നുമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ പത്രത്തിൽ ഇവിടെ കടയിൽ നിങ്ങൾ ആ പത്രം എടുത്ത് നോക്കിയാൽ അറിയാം. ഈ മാസത്തെയും ഈ ഏപ്രിൽ മാസത്തെയും 2 മാസത്തെ അരി ഈ ശനിയാഴ്ച മുതൽ കൊടുക്കാൻ വേണ്ടി പോവുക എന്നുള്ള വാർത്ത നിങ്ങൾക്കറിയോ? കാർഡുകാരന് എത്ര അരിയാണ് കിട്ടുന്നത്? 70 കിലോ അരിയാണ് കിട്ടുന്നത്. ഇതാരാ കൊടുക്കുന്നത്? അന്ത്യോദയ അന്നപൂർണ അരി കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഈ അരി 70 കിലോ അരി കൊടുക്കുന്നതിന് 70 പൈസ പോലും കേന്ദ്രം വാങ്ങുന്നില്ല, സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ എത്രയോ സൗജന്യ കാര്യങ്ങള് കേന്ദ്ര ഗവൺമെന്റ് മോദി സർക്കാർ ഈ രാജ്യത്തെ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്.